कर्पूरगौरं करुणावतारं संसारसारं भुजगेन्द्रहारं सदा वसन्तं हृदयारविन्दे भवं भवानी सहितं नमामि. ശൃംഗദർശനത്തിൻ്റെ രീതി. ശിവക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യമുണ്ടാകുന്നത് നന്ദിയുടെ ദർശനമാണ്. ശിവന്റെ ദർശനത്തിനു മുമ്പ് നന്ദിയെ ദർശിക്കുന്നു. അതിനുശേഷം ശൃംഗദർശനം ചെയ്യുന്നു. ശൃംഗദർശനം ചെയ്യുമ്പോൾ നന്ദിയുടെ പുറകുവശത്തെ കാലുകൾക്ക് സമീപം ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നിന്നുകൊണ്ട് ഇടത് കൈ നന്ദിയുടെ വൃഷണത്തിന്മേൽ വയ്ക്കുക. അതിനുശേഷം വലത് കൈയിലെ ചൂണ്ടുവിരലും പെരുവിരലും നന്ദിയുടെ ഓരോ കൊമ്പുകൾക്കുമേൽ വയ്ക്കുക. രണ്ടു കൊമ്പുകൾക്കും അവയ്ക്കുമേൽ വെച്ചിരിക്കുന്ന വിരലുകൾക്കും ഇടയ്ക്കുള്ള ശൂന്യസ്ഥലത്തിലൂടെ ശിവലിംഗത്തെ ദർശിക്കുക. നന്ദിയുടെ വൃഷണത്തിന്മേൽ കൈവയ്ക്കുക എന്ന് വെച്ചാൽ കാമവാസനയ്ക്കുമേൽ നിയന്ത്രണം വയ്ക്കുക എന്നർത്ഥം. കൊമ്പ് അഹങ്കാരം, പൗരുഷം, ക്രോധം ഇവയുടെ പ്രതീകമാണ്. കൊമ്പിന്മേൽ കൈവയ്ക്കുക എന്ന് വെച്ചാൽ അഹങ്കാരം, പൗരുഷം, ക്രോധം ഇവയ്ക്കുമേൽ നിയന്ത്രണം വയ്ക്കുക എന്നർത്ഥം. ഇനി നമുക്ക് ശിവലിംഗത്തിൻ്റെ ദർശനം നടത്തേണ്ട രീതി എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ശിവലിംഗത്തിൻ്റെ ദർശന സമയത്ത് ശിവലിംഗത്തിനും നന്ദിക്കും ഇടയ്ക്കായി നിൽക്കാതെ ശിവലിംഗത്തെയും നന്ദിയെയും യോജിപ്പിക്കുന്ന വരയ്ക്ക് സമീപം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. ശിവനിൽ നിന്നും പ്രക്ഷേപിക്കുന്ന തരംഗങ്ങൾ വളരെ സാത്വികമായിരിക്കും. എന്നാൽ സാധാരണ ഭക്തന്മാരുടെ ആധ്യാത്മിക നില കുറവായിരിക്കുന്നതിനാൽ അവരിൽ ഇത്രയധികം സാത്വിക തരംഗങ്ങളെ ഏൽക്കുവാനുള്ള കഴിവുണ്ടാവില്ല. ഈ സ്ഥിതിയിൽ ശിവലിംഗത്തിനും നന്ദിക്കും മധ്യേ നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തലയ്ക്ക് കനം തോന്നുക, തലചുറ്റൽ, ഉഷ്ണത മുതലായ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.